പ്ലാന്റ് സെൽ ആസ് ആൻ ഓസ്മോട്ടിക് സിസ്റ്റം. ഒരു ലിവിങ് പ്ലാന്റ് സെല്ലിനെ ഒരു ഓസ്മോട്ടിക് സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ലിവിങ് പ്ലാന്റ് സെല്ലിനെ ഓസ്മോട്ടിക് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, why we called plant cell as an osmotic system എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, a living plant cell has differentially or selectively permeable plasma membrane. ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യലി ഓർ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ചില മോളിക്യൂളിനെ ഈസിലി പെർമിറ്റ് ചെയ്യുകയും ചിലതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചിലതിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. ദെൻ ഒരു സെമി പെർമിയബിൾ ടോണോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. സോ ലിവിങ് പ്ലാന്റ് സെല്ലിൽ വാക്യൂൾസ് ഉണ്ടായിരിക്കും. വാക്യൂളിന്റെ മെംബ്രെയിൻ ആണ് ടോണോപ്ലാസ്റ്റ്, which is semi permeable. സോൾവെന്റ്സിനെ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. മൂന്നാമതായിട്ട് വാട്ടർ പെർമിയബിൾ സെൽ വാൾ. സെൽ വാൾ എന്ന് പറഞ്ഞത് വാട്ടർ പെർമിയബിൾ ആണ്. അതുപോലെ തന്നെ പ്ലാസ്മോഡെസ്മാറ്റ വഴി ബാക്കി മോളിക്യൂൾസിനെയൊക്കെ പെർമിറ്റ് ചെയ്യും. അപ്പം മെയിൻ ആയിട്ടും ഒരു സെല്ലിന് സെലക്റ്റീവ്ലി ഓർ ഡിഫറൻഷ്യലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിനും സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു ടോണോപ്ലാസ്റ്റും വാട്ടർ പെർമിയബിൾ ആയിട്ടുള്ള ഒരു സെൽ വാളും പ്രസന്റ് ആണ്. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം സോയിൽ ത്രൂ ഓസ്മോസിസ്. നമ്മൾ പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേജർ ആയിട്ടും വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് ത്രൂ ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് കൂടുതലായിട്ടും റൂട്ട് ഹെയർസ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഒക്കർ സ്പോണ്ടേനിയസ്ലി since soil water is hypotonic compared to root cell. അപ്പം ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് ഒരു പാസീവ് വാട്ടർ അബ്സോർപ്ഷന്റെ ഫിസിക്കൽ പ്രോസസ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനർജിന്റെ യൂട്ടിലൈസേഷൻ ഇല്ലാണ്ട് നടക്കുന്ന ഒരു ഫിസിക്കൽ പ്രോസസ് ആണ് ഓസ്മോസിസ്. ആൻഡ് പ്ലാന്റ്സിൽ ഓസ്മോസിസ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 99% കേസിലും സോയിൽ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ റൂട്ട് ഹെയർ സെൽ എന്ന് പറഞ്ഞത് ഹൈപ്പർടോണിക് ആയിരിക്കും. ഒരു പ്രാവശ്യം കൂടിയും പറയാം, റൂട്ട് ഹെയർ സെല്ലിൽ അല്ലെങ്കിൽ റൂട്ട് സെൽസിൽ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ സെൽ കണ്ടൻസ് ഹൈപ്പർടോണിക് ആയിരിക്കും കമ്പയർഡ് ടു സോയിൽ വാട്ടർ. സോയിലുള്ള വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പം ഓൾവേസ് റൂട്ട് സെൽസ് ആണ് ഹൈപ്പർടോണിക് ആയിരിക്കുക. സോയിൽ വാട്ടറോ ഹൈപ്പോടോണിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് എനർജിന്റെ യൂട്ടിലൈസേഷൻ ഇല്ലാണ്ട് നടക്കും. അല്ലെങ്കിൽ പാസീവ് ആയിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കും. സോയിൽ നിന്ന് റൂട്ടിലേക്ക് വെള്ളം എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പം എന്താ പറഞ്ഞത്, ഓസ്മോസിസ് വഴിയാണ് മെയിൻ ആയിട്ടും വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. കാരണം മെജോറിറ്റി ഓഫ് ദ കേസിലും സോയിൽ വാട്ടർ ഹൈപ്പോട്ടോണിക് ആയിരിക്കും കമ്പയർഡ് ടു റൂട്ട് സെൽസ്. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻട്രി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സെല്ല് സ്വെൽ ചെയ്യും. ദിസ് സ്പോണ്ടേനിയസ് എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു സെൽ കോസസ് സെൽ ടു സ്വെൽ. അല്ലേ? നമുക്കറിയാം, കൂടുതൽ വെള്ളം ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് എന്ത് ചെയ്യും, സ്വെൽ ചെയ്യും, അങ്ങനെ വീർത്ത് വരും. അങ്ങനെ വീർത്ത് വന്ന് നിൽക്കുന്ന ഒരു സെല്ലില് അതിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറയും സെല്ല് സ്വെൽ ചെയ്യുന്ന സമയത്ത്. അതേസമയം അതിന്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് കൂടുതലാ അല്ലെ? കാരണം മോർ വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് അതിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സെൽ ഇങ്ങനെ ഹൈപ്പോട്ടോണിക് ആയിട്ട് വരും. അതിന്റെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിന്റെ ഫലമായിട്ട് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറയും. അപ്പം ഒരു സെല്ല് സ്വെൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറയും. അതേസമയം അതിന്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് കൂടുകയും ചെയ്യും. ഇങ്ങനെ മോർ വാട്ടർ ഒരു സെല്ലിൽ എൻ്റർ ചെയ്തതിന്റെ ഫലമായിട്ട് ആ സെല്ലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ, അതിനെയാണ് ടർഗർ പ്രഷർ അല്ലെങ്കിൽ TP എന്ന് പറയാം. അപ്പോൾ നമുക്ക് ടർഗർ പ്രഷറിന് എന്താ ഡെഫിനിഷൻ പറയാൻ പറ്റുക? ഇറ്റ് ഈസ് ആൻ ഇൻട്രാസെല്ലുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ
developed within the cell due to the entry of water through endosmosis. ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് എൻഡോസ്മോസിസ് വഴി വാട്ടർ എൻട്രി ചെയ്തതിന്റെ ഫലമായിട്ട് ആ സെല്ലിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രാ സെല്ലുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ് ടർഗർ പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കുക. നമ്മളിവിടെ ടർഗർ പ്രഷർ TP എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ TP എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ TPന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. അതായത് ഒരു സെല്ല് സ്വെൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ സെല്ലിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രാ സെല്ലുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതാണ് ടർഗർ പ്രഷർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ സെല്ലിന്റെ ഉള്ളിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പുറത്തുനിന്ന് എക്സ്റ്റേണൽ സൊല്യൂഷന് ഈ ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, മോർ വാട്ടർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ഓഫ് ദി സെൽ കണ്ടന്റ് എന്ത് ചെയ്യും, കുറയും. കോൺസെൻട്രേഷൻ ഓഫ് ദ സെൽ കണ്ടന്റ് കുറയുമ്പോഴാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കുറയുക. അപ്പം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും മോർ വാട്ടർ എൻറ്റർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് കുറഞ്ഞു വരും. സോ നമ്മൾ ടർഗർ പ്രഷർ എന്താന്ന് പറഞ്ഞു. അതായത് വാട്ടർ കണ്ടന്റ് ഒരു സെല്ലിന്റെ ഉള്ളിൽ കൂടുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻട്രാ സെല്ലുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ടുവേർഡ്സ് ദി സെൽ വാൾ. ഒരു സെൽ അതിന്റെ സെൽ വാളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ്. സോ TP is applied towards the cell wall. TP will be counterbalanced by an equal and opposite pressure exerted by the cell wall called wall pressure. അപ്പോൾ സെല്ല് സ്വെൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻട്രാ സെല്ലുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് സെൽ വാളിലേക്കാണ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രഷർ ഒരു വാളിലേക്ക് വല്ലാണ്ട് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാൾ എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. സോ അങ്ങനെ വാള് പൊട്ടാതിരിക്കാൻ വേണ്ടി, സെൽ വാള് പൊട്ടാതിരിക്കാൻ വേണ്ടി സെൽ വാള് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. അതായത് ഈ ടർഗർ പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ വാൾ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് പ്രഷർ, അതിനെയാണ് വാൾ പ്രഷർ എന്ന് പറയാം. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ദാ ടർഗർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വാളിലേക്കാണ് എക്സേർട്ട് ചെയ്യുന്നത്. എന്നാൽ വാൾ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൾ പ്രഷർ സെൽ വാള് സെല്ലിന്റെ ഉള്ളിലേക്കാണ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യും, കൗണ്ടർ ബാലൻസ് ചെയ്യും. ഈ രണ്ട് ഫോഴ്സും കൂടി ഉള്ളതുകൊണ്ടാണ് ഒരു സെല്ല് പൊട്ടാണ്ടിരിക്കുന്നത്. സോ ടർഗർ പ്രഷർ ഈസ് equal to wall pressure in magnitude but opposite in direction. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷൻ. ടർഗർ പ്രഷർ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വാളിലേക്കും വാൾ പ്രഷർ സെൽ വാളിൽ നിന്ന് സെല്ലിന്റെ ഉള്ളിലേക്കുമാണ് എക്സേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം. Wall pressure acts against turgor pressure and prevents further entry of water into cell. അപ്പം വാൾ പ്രഷറും ടർഗർ പ്രഷറും ഈക്വൽ ആവുന്ന സമയത്ത് എൻട്രി ഓഫ് വാട്ടർ ഇൻടു ദ സെൽ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ടർഗർ പ്രഷറും വാൾ പ്രഷറും ഈക്വൽ ആവുന്നത് വരെയാണ് ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻറ്റർ ചെയ്യുക. Or when wall pressure becomes equal to turgor pressure, osmotic entry of water into the cell stops. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സെന്റൻസ് തന്നെയാണ്, അത് തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് വാൾ പ്രഷർ എപ്പോഴാണോ ടർഗർ പ്രഷറിന് ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ ടർഗർ പ്രഷർ എപ്പോഴാണോ വാൾ പ്രഷറിന് ഈക്വൽ ആവുന്നത്, അപ്പോൾ ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദ സെൽ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കുറേ സ്ഥലത്ത് സോയിൽ സൊല്യൂഷൻ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. സോയിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി സോയിൽ വാട്ടർ ആണ്. പക്ഷെ നമ്മൾ സോയിൽ സൊല്യൂഷൻ എപ്പോഴും പറയാൻ കാരണം സോയിൽ വാട്ടറിൽ പ്യുവർ വാട്ടർ ആയിരിക്കൂല, അതിൽ മിനറൽസിന്റെ കണ്ടൻസും കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സോയിൽ വാട്ടർ എന്ന് പറയുന്നതിന് പകരം സോയിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു പ്യുവർ വാട്ടർ അല്ല, അതിൽ മിനറൽസ്, അതായത് പല സൊല്യൂട്ട്സും ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ സോയിൽ വാട്ടർ കണ്ടെയ്ൻസ് മിനറൽസ്, അതുകൊണ്ടാണ് നമ്മൾ സോയിൽ വാട്ടറിനെ സോയിൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് സോയിൽ സൊല്യൂഷൻ ഈസ് ഹൈപ്പോട്ടോണിക് കമ്പയർഡ് ടു റൂട്ട് ഹെയർ സെൽ. റൂട്ട് ഹെയർ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സോയിൽ സൊല്യൂഷൻ എപ്പോഴും ഹൈപ്പോട്ടോണിക് ആയിരിക്കും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ റൂട്ട് സെല്ലില് ആ സെല്ലിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് മോർ സൊല്യൂട്ട്സ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. സോ
സോയിൽ സൊല്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ് സെല്ലായിരിക്കും ഹൈപ്പർടോണിക്. സോ വാട്ടർ എന്ത് ചെയ്യും? ഓൾവേസ് മൂവ് ഫ്രം ഹൈപ്പോടോണിക് റീജിയൻ ടു ഹൈപ്പർടോണിക് റീജിയൻ. അതായത് ഹൈപ്പോടോണിക് എപ്പോഴും സോയിൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ സോയിൽ വാട്ടർ എന്ത് ചെയ്യും? റൂട്ടിലേക്ക് മൂവ് ചെയ്യും. റൂട്ട് ഹൈപ്പർടോണിക് ആവാൻ കാരണം എന്താ നമ്മൾ പറഞ്ഞത്? റൂട്ടിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പോൾ സോയിൽ സൊല്യൂഷൻ ഹൈപ്പോടോണിക് ആയതുകൊണ്ട് തന്നെ ഓസ്മോസിസ് വഴി സ്പോണ്ടേനിയസ് ആയിട്ട് വാട്ടർ എന്ത് ചെയ്യും? സോയിലിൽ നിന്ന് റൂട്ട് സെല്ലിലേക്ക് മൂവ് ചെയ്യും. Endosmosis occurs until the cells become fully turgid. Turgidity is essential for normal growth and mechanical support. അപ്പോൾ ഈ ഒരു ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദി റൂട്ട് സെൽ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നു. ആൻഡ് എത്ര സമയം വരെ ഈ ഒരു പ്രോസസ് നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ല് ടർജിഡ് ആവുന്നത് വരെ, അല്ലെങ്കിൽ വാൾ പ്രഷറും ടർഗർ പ്രഷറും ഈക്വൽ ആവുന്നത് വരെയാണ് എൻട്രി നടക്കുക. Then once the cell become fully turgid, എന്ത് ചെയ്യും? ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ടർജിഡിറ്റി എസെൻഷ്യൽ ആണ് ഒരു പ്ലാന്റിന്റെ നോർമൽ ഗ്രോത്തിനും അതുപോലെ തന്നെ മെക്കാനിക്കൽ സപ്പോർട്ടിനും. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്ലാന്റ് സെൽ ആസ് ആൻ ഓസ്മോട്ടിക് സിസ്റ്റം എന്നുള്ള ഹെഡിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സിൽ മെയിൻ ആയിട്ടും വാട്ടർ അബ്സോർപ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ സ്പോണ്ടേനിയസ്ലി ഓസ്മോസിസ് വഴി വാട്ടർ അബ്സോർപ്ഷൻ നടക്കും. അതിന് കാരണം എന്താ പറയുന്നത്? സോയിൽ സൊല്യൂഷൻ എപ്പോഴും ഹൈപ്പോടോണിക് ആയിരിക്കും കമ്പയർഡ് ടു റൂട്ട് ഹെയർ സെൽ. അതിന് നമ്മൾ റീസൺ പറഞ്ഞു, റൂട്ട് ഹെയർ സെല്ലിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായി ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് സെൽ കണ്ടന്റിനെ ഹൈപ്പർടോണിക് ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് സോയിൽ സൊല്യൂഷന് എൻഡോസ്മോസിസ് വഴി റൂട്ട് ഹെയർ സെല്ലിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യും. ആൻഡ് ഈ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഏത് സമയം വരെയാണ് കണ്ടിന്യൂ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർഗർ പ്രഷറും വാൾ പ്രഷറും ഈക്വൽ ആവുന്നത് വരെ. ടർഗർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടറിന്റെ ഫലമായിട്ട് സെല്ലിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദി സെൽ വാൾ ആണ്. അങ്ങനെ ഒരു പ്രഷർ സെൽ വാളിലേക്ക് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൽ വാള് റപ്ചർ ആവാതിരിക്കാൻ വേണ്ടി സെൽ വാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്, അതിനെയാണ് വാൾ പ്രഷർ എന്ന് പറയാം. സോ ഈ ടർഗർ പ്രഷറും വാൾ പ്രഷറും ഈക്വൽ ആവുന്നത് വരെയാണ് ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ നടക്കുക. അപ്പൊ ഇതാണ് സെൽ ആസ് ആൻ ഓസ്മോട്ടിക് സിസ്റ്റം എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്.